वैष्णव जन तो तेने कहिए जे पीठ पर आए जाने रे। पर दुखी उपकार करे तुए, पर दुखी उपकार करे तुए, मन अभिमान ना आने रे। वैष्णव जन तो तेने कहिए जे पीठ पर आए जाने रे। സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് ദേശീയ നിയമസേവന വകുപ്പിന്റെ നിർദ്ദേശാനുസരണം നടത്തുന്ന ആസാദി കാ അമൃതം ഫോഴ്സ് വിവിധ പരിപാടികളുമായി സംസ്ഥാനമൊട്ടാകെ മുന്നേറി. വിചാരണയുടെ ഭാഗമായോ ശിക്ഷിക്കപ്പെട്ടോ തടവിലാകുന്നവരുടെ മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകരാണ് ജയിൽ ഉദ്യോഗസ്ഥർ. ആ സാഹചര്യത്തിലാണ് കൊല്ലം ജില്ലാ നിയമസേവന അതോറിറ്റി റൈറ്റ്സ് ഓഫ് പ്രിസണേഴ്സ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂട്ടീസ് എന്ന വിഷയത്തിൽ ഒരു നിയമാവബോധന ക്ലാസ് സംഘടിപ്പിച്ചു. നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഹിസ് ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് വിനോദചന്ദ്രൻ സാർ, ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ ഹരികുമാർ, സ്വാഗതം ആശംസിച്ച ശ്രീ വിജുകുമാർ, സെക്രട്ടറി DNSA, ശ്രീ ഷാനവാസ് ഖാൻ, മെമ്പർ ബാർ കൗൺസിൽ ഓഫ് കേരള, ശ്രീ രാജീവ് പട്ടത്താനം, പ്രസിഡന്റ് കൊല്ലം ബാർ അസോസിയേഷൻ, ശ്രീ അൻസർ, സൂപ്രണ്ടന്റ് ഡിസ്ട്രിക്ട് ജയിൽ കൊല്ലം, ശ്രീ മോഹൻദാസ് അഡ്വക്കേറ്റ്, ഇന്ന് ക്ലാസ് നയിക്കുന്നു മോഹൻദാസ് അവർ, ശ്രീ പ്രസൂൻ മോഹൻ, നമ്മുടെ പ്രാർത്ഥന ഗീതം ആലപിച്ച കാവ്യ, ഇന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ജയിലിലെ ഓഫീസേഴ്സ്, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ഒക്ടോബർ 2 തുടങ്ങിയ വിവിധ പരിപാടികൾ ഇന്ന് 29ാമത്തെ ദിവസം പിന്നിടുകയാണ്. ഇന്ന് നമുക്കൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജ് ഹിസ് ലോർഡ്ഷിപ്പ് ജസ്റ്റിസ് വിനോദചന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മുടെ ഈ വേദി ധന്യമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ പരിപാടിക്ക് 2-3 സവിശേഷതകളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച്, മൗലിക കടമകളെ കുറിച്ച് ഒരു ഓത്ത് നമുക്ക് ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് വിനോദചന്ദ്രൻ സാർ ചൊല്ലിത്തരുന്നതാണ്. അതാണ് ഇന്നത്തെ ഒരു വലിയൊരു സവിശേഷത. കൂടാതെ മറ്റൊരു സവിശേഷത, ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആലപിച്ച കാവ്യ, അത് അവർ ആലപിച്ച വൈഷ്ണവ ജനതോ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം, അത് നമ്മുടെ 400 വർഷം മുമ്പ് എഴുതപ്പെട്ട ഒരു ഗാനമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി എന്നും അദ്ദേഹത്തിന്റെ ദിനചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പാടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം അത് സെലക്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൂല്യബോധത്തെ വളർത്തുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ്. IPC പറയുന്ന എല്ലാ ഒഫൻസുകളും അതിനെക്കുറിച്ച് അതൊന്നും ചെയ്യരുതെന്നും വളരെ വ്യക്തമായി എങ്ങനെ നാം മുന്നോട്ട് നല്ല സത്യസന്ധമായ രീതിയിലൂടെ എങ്ങനെ ജീവിതം നയിക്കണമെന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ഗാനമാണ്, ഒരു ദേശഭക്തി ഗാനമാണത്. അതിന്റെ അർത്ഥം എല്ലാവരും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു സവിശേഷത, ഇന്നത്തെ ക്ലാസ് എടുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ മോഹൻദാസ് അഡ്വക്കേറ്റ് അവരുടെ വളരെ നാടകീയമായി സരസമായി അദ്ദേഹം ഇന്നത്തെ വിഷയം അവതരിപ്പിക്കും. വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ തന്നെ അദ്ദേഹം തീർക്കാമെന്ന് എനിക്ക് ഭാഗ്യം വന്നിട്ടുണ്ട്. 30 to 45 മിനിറ്റ്സിൽ അദ്ദേഹം വളരെ സരസമായി അവതരിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. അതുമാണ് ഇന്നത്തെ 3 കാര്യങ്ങളാണ് ഇന്നത്തെ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
എന്തായാലും സുദീർഘമായ ഒരു പുസ്തകത്തിന് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിന് മുതിർന്നില്ല. എല്ലാവരും ഇന്നത്തെ പരിപാടി നന്നായിട്ട് എൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിർത്തുന്നു. ഉച്ചയ്ക്ക് ഒരു പ്രസംഗം പറയുക എന്ന് പറയുന്നതിൽ ശ്രമകരമാണ്, കേൾക്കുകയാണ്. അത് ഞാൻ ആദ്യം ഒരു കഥ പറയാം. പണ്ട് നിങ്ങളെല്ലാവരും കേൾക്കുകയാണ്, സിംഹത്തിന്റെ കയ്യിൽ നിന്നും മുള്ളെടുത്ത് കൊടുത്ത യോദ്ധാവിനെ പിന്നെ അരീനയിൽ കണ്ടപ്പോൾ സിംഹം അടുത്ത് ചെന്ന് അദ്ദേഹത്തെ നോക്കി അദ്ദേഹം എന്തോ സംസാരിച്ചപ്പോൾ സിംഹം അവിടെ നോക്കി. അത് ഒരു സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതിയിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ സിംഹത്തിനോട് യോദ്ധാവ് പറഞ്ഞു, എന്നെ ഭക്ഷിച്ചോളൂ, പക്ഷെ ഭക്ഷണം കഴിഞ്ഞാൽ ഒരു പ്രസംഗം നിർബന്ധമാണ്. അതാണ് നിങ്ങളുടെ ജില്ലാ ജഡ്ജി ഇന്ന് ചെയ്തത്. എനിക്കൊരു ഗംഭീര ഭക്ഷണം സ്നേഹത്തോടെ അന്വേഷിച്ചു എന്റെ ഒപ്പം നിന്നും എന്നെ ഉൾപ്പെടുത്തി. പിന്നെ ഇതൊരു സംശയം പറഞ്ഞു, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി കൊല്ലം എന്റെ വീക്ഷണമാണ് അവർ പ്രാവർത്തികമാകുന്നുണ്ടോ, അതിലൊത്ത് ഉയരുന്നുണ്ടോ എന്ന് അവർക്ക് സംശയമുണ്ട്. ഒരു സംശയവും വേണ്ട, വീക്ഷണം ചാരികസരയിൽ കിടന്ന് ചെയ്യാവുന്നതാണ്. പ്രാവർത്തികമാക്കുന്നവരാണ് അതിൽ ശരിക്കും അനുമോദിക്കപ്പെട്ടത്. ഞാൻ ഇന്ന് ഇത് 10ാമത്തെ ജില്ലയാണ്. എല്ലാ ജില്ലകളിലും നല്ല വൃത്തിയായിട്ട് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നു. കൊല്ലം ജില്ലയിൽ ഒട്ടും മോശമാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പ്രത്യേകം പ്രിപ്പയർ ചെയ്തില്ല. ഇന്നലെ ഞാനൊരു പ്രിസണേഴ്സിന്റെ അടുത്തായിരുന്നു സംസാരിച്ചത്. ഇന്ന് ഞാൻ കറക്ഷണൽ ഹോം ഓഫീസേഴ്സിന്റെ അടുത്താണ്. ഒരേ കാര്യമാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്. അത് റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നുന്ന അദ്ദേഹത്തിന് മാത്രമാണ്. ഇന്നലെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ മാസ്ക് വരുമ്പോൾ ആ മനസ്സിലാക്കാണ് അദ്ദേഹം കണ്ട വലിയ ജോലി ഇന്നലെയുള്ള ആൾ തന്നെയായിരുന്നു. ഏതായാലും ഈ പ്രിസൺസ് എന്നുള്ളത് കറക്ഷണൽ ഹോം ആയത് തന്നെ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ്. ഇന്നത്തെ ശിക്ഷാ സംവിധാനം ഒരു പ്രതികാര ഇച്ഛയോടെയുള്ളതല്ല. അതൊരു പുനർചിന്തനവും ഒരു പുനരധിവാസവും ഉന്നം വെച്ചുള്ളതാണ് എന്നതിന്റെ ഒരു ചിഹ്നമാണ്. ഈ വ്യാഖ്യാനത്തിൽ ഒരു മാറ്റം. പ്രിസൺ അല്ല, ഇന്ന് കറക്ഷണൽ ഹോമാണ്. ഇന്നത്തെ സബ്ജക്ട്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അത് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും പറയുമ്പോൾ മൗലിക അവകാശങ്ങൾ എല്ലാവരും ബോധവാന്മാരാണ്. മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവരും കൈമലർത്തും. എന്താണ് ഈ മൗലിക കർത്തവ്യം എന്ന് പറയുന്നത്? ഭാരതത്തിലെ ഓരോ പൗരന്റെയും കടമയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതും ഭരണഘടനയിൽ തന്നെ. രസകരമായ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഈ ഭരണഘടന ഭേദഗതി വന്നത് ആർട്ടിക്കിൾ 51A വന്നത് ഇന്ത്യയിൽ എമർജൻസി കാലത്താണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാനൊരു ന്യായാധിപനാണ്. ഏതായാലും ആ എമർജൻസി കാലത്ത് വന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ന് നമ്മൾ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നത്. തീർച്ചയായും അന്ന് എമർജൻസിയുടെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കൊണ്ടുവന്നത് വലിയൊരു എന്താ പറയുക വിജയമായി പോയി എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞാൽ അത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ, ആർട്ടിക്കിൾ 51 വായിച്ചു നോക്കിയാൽ അതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ജാഗ്രത, പിന്നെ ഒരു പ്രചോദനം. ഓർമ്മപ്പെടുത്തൽ എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നേതാക്കൾ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കേണ്ടതാണ്. ജാഗ്രത ഇതിലാണ്. ഒരു ആന്റി സോഷ്യൽ അല്ലെങ്കിൽ ആന്റി നാഷണൽ ആക്ടിവിറ്റി ഒരിക്കലും നമ്മൾ ഉൾപ്പെടില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ, പ്രചോദനം. ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി നമ്മളുടെ ജീവിതം തന്നെ സമർപ്പിക്കുമെന്നും അത് രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടി മാത്രമല്ല, രാജ്യത്തിനും മാത്രമല്ല, ഈ ഭൂമിക്ക് മുഴുവൻ
പ്രത്യേകമായി അത് കഴിഞ്ഞൊരു അമെന്റ്മെന്റ് കൊണ്ടുവന്നാണ് പരിസ്ഥിതിയെ കുറിച്ച് ഉള്ള ജാഗ്രത, ഒരു ഡ്യൂട്ടി നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇത് ഓരോ പൗരനും നിർബന്ധമായി, ഇത് എൻഫോഴ്സബിൾ അല്ല, എന്നാൽ പോലും നിർബന്ധമായി ഈ കർത്തവ്യം ചെയ്യേണ്ടതാണ്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഈ മൗലിക അവകാശങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളത് ജീവിക്കാനുള്ള അവകാശമാണ്. അതിനെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ ഇന്ന് എന്റെ മുമ്പിലുള്ള കറക്ഷണൽ ഹോം ഓഫീസേഴ്സും തടവിലുള്ളവരെ പരിപാലിക്കുമ്പോൾ അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് താൽക്കാലികമായെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ്. പക്ഷെ അതുകൊണ്ട് റൈറ്റ് ടു ലൈഫ് ഒരിക്കലും സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് സുപ്രീം കോടതി പറയുന്നത് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി, വെറും ജീവിതമല്ല, അതിന് ഒരു നിലവാരം എന്നും വേണം. വലിയ നിലവാരമല്ല, ഒട്ടും മോശമാവുകയും ചെയ്യരുത്. നിലവാരത്തിൽ ജീവിക്കാനുള്ള അവകാശം ഈ തടവുകാർക്ക്, നിങ്ങൾ നോക്കുന്ന തടവുകാർക്ക് ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന് അത്യാവശ്യം വേണ്ടത് മരുന്ന്, വിദ്യാഭ്യാസം, വൈദ്യസഹായം, അത്യാവശ്യം നല്ല രീതിയിലുള്ള സാഹചര്യങ്ങൾ, പിന്നെ അവനവന്റെ തന്നെ ഈ പുനരധിവാസവും പുനർചിന്തനവും പറയുമ്പോൾ അവനവനെ തന്നെ നന്നാക്കാനുള്ള ഒരു പ്രചോദനം അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടമ. ഇതൊക്കെ പറയാൻ ഇപ്പോ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. കുറ്റവാളികളെയാണ് നിങ്ങൾ ദിവസവും കാണുന്നത്. ഒരു 10 കുറ്റവാളിക്ക് ഒരു ഓഫീസറെ വെച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ശരിയാണ്, പക്ഷെ ഇതാണ് നിങ്ങളുടെ കർത്തവ്യം, ഇത് നിങ്ങൾ പാലിക്കണം എന്നുള്ളൊരു അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ നിയമസഹായത്തെ പറ്റി പറഞ്ഞാൽ, നിയമസഹായ പ്രസ്ഥാനം ഇന്ന് 25ാം വർഷത്തിലാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഈ നിയമസഹായം, സൗജന്യ നിയമസഹായം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഇതിനായി ഞങ്ങൾ ഈ 45 ദിവസം നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ചെയർമാൻ വിഭാവനം ചെയ്തതുപോലെ ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയും എല്ലാ ഗ്രാമത്തിലും ഈ നിയമസഹായ പ്രസ്ഥാനത്തിന്റെ കാൽപ്പാട് 2 തവണയെങ്കിലും പതിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വീക്ഷണം. നമ്മുടെ കേരളത്തിൽ അത് സാധ്യമായിട്ടുണ്ട്, ഇപ്പോൾ തന്നെ സാധ്യമായിട്ടുണ്ട്. ഇനി 45 ദിവസം കഴിയുമ്പോൾ കൂടുതൽ അത് സാധിക്കും. ഈ നിയമസഹായ സംവിധാനം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ഒരിക്കലും കറക്ഷൻ ഹോംസ് ഓഫീസേഴ്സിനെ ഞങ്ങൾ വിളിച്ചത് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ മാത്രമല്ല, നിങ്ങൾക്കും ഉണ്ടാവും പരിവേദനകളും ആവശ്യങ്ങളും അവകാശങ്ങളും. അതും സംരക്ഷിക്കേണ്ട ചുമതല നിയമസഹായ പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ, അത് നേരിട്ട് നിങ്ങളുടെ ഓഫീസേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജില്ലാ ജഡ്ജിയോ താലൂക്ക് ലീഗൽ സർവീസസ് ചെയർമാനായ അഡീഷണൽ ജില്ലാ ജഡ്ജിയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ സമീപിക്കാവുന്നതാണ്. ഇത് നിയമം എന്ന് പറയുന്നത് കോടതികളിൽ മാത്രം നടപ്പാക്കേണ്ടതല്ല, അത് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനം തന്നെ ഉത്ഭവിച്ചിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളെ എല്ലാവരെയും, നിങ്ങൾക്കും അതിൽ വലിയ പങ്കുണ്ട്. നിങ്ങൾ ആവശ്യക്കാർ മാത്രമല്ല, നിങ്ങളത് ശിക്ഷാ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് അവകാശങ്ങളും ആവശ്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ വാക്കുകളോടെ ഞാൻ എന്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു.
ഭരണഘടനയെ അനുസരിക്കുന്നതും അതിൻ്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുന്നതും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുന്നതും പിന്തുടരുന്നതും ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും രാജ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുന്നതും മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കുമിടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുന്നതും സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുന്നതും നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുന്നതും നിലനിർത്തുന്നതും വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃത്യാവുള്ള പരിസ്ഥിതി സംരക്ഷിക്കുന്നതും അഭിവൃദ്ധിപ്പെടുത്തുന്നതും ജീവികളോട് കാരുണ്യം കാണിക്കുന്നതും ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുന്നതും പൊതുസ്വത്ത് പരിരക്ഷിക്കുന്നതും ആക്രമം ഉപേക്ഷിക്കുന്നതും രാഷ്ട്രം യത്നത്തിന്റെയും ലക്ഷ്യപ്രാപ്തിയുടെയും ഉന്നത തലങ്ങളിലേക്ക് നിരന്തരം ഉയരത്തക്കവണ്ണം വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നതും 6-നും 14-നും ഇടയ്ക്ക് പ്രായമുള്ള തന്റെ കുട്ടിക്കോ ലക്ഷ്യബാലകനോ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഏർപ്പെടുത്തുന്നതും ഭാരതത്തിലെ പൗരൻ എന്ന നിലയിൽ എന്റെ മൗലിക കർത്തവ്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. ഒരു കാര്യം ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, തുടക്കം മുതൽ ഈ പരിപാടിയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസരത്തിൽ എനിക്ക് വളരെ സന്തോഷം നൽകിയൊരു കാര്യം, ഈ പരിപാടികൾക്ക് നമുക്ക് ത്രൂ ഡിസ്ട്രിക്റ്റിൽ ലഭിക്കുന്ന പാർട്ടിസിപ്പേഷൻ അത് തന്നെയാണ്. സഹകരണവും പാർട്ടിസിപ്പേഷനും വളരെ വലുതാണ്. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഓഡിയൻസ് പോലും തെളിവാണ്. കാരണം ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിലും സമയം കണ്ടെത്തി നമ്മുടെ ഈ പരിപാടി ജീവമാക്കുന്നതിന് ഇവിടെ ഒഫീഷ്യൽസിനെ അനുവദിക്കാറുണ്ട്. എൻ്റെ ആശംസ പ്രസംഗമാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒക്ടോബർ 2-ാം തീയതി നടന്ന ഉദ്ഘാടന ചടങ്ങിലും എനിക്ക് അത്തരമൊരു എനിക്ക് വേദിയിൽ ഒരു അവസരം തന്നിരുന്നു. ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി അദ്ദേഹവും ഞങ്ങളുടെ ബാർ അസോസിയേഷനിലെ അംഗമാണ്. ജസ്റ്റിസ് പി സോമരാജൻ സാറാണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കഴിഞ്ഞ 2 ദിവസമായി ജയിലിലെ ഉദ്യോഗസ്ഥർക്കും അന്തേവാസികൾക്കും നിയമ അവബോധന ക്ലാസ്
സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നേ ദിവസം ജയിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇത്തരം ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്ന ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ജയിൽ ഡിപ്പാർട്ട്മെന്റിന്റെയും കൊല്ലം ജില്ലാ ജയിലിലെയും കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെയും എല്ലാ ഉദ്യോഗസ്ഥരുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം ഈ ചടങ്ങിന് ഞങ്ങളെ ക്ഷണിച്ച് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പ്രോഗ്രാമിലേക്ക്, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തിൽ ആഘോഷിക്കുന്ന അമൃത മഹോത്സവം പ്രോഗ്രാമിലേക്ക് നമ്മൾക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത നമ്മുടെ ബഹുമാനായ ഹൈക്കോടതി ജഡ്ജ് ശ്രീ കെ വിനോദ് ചന്ദ്രൻ സാറ് ഇന്ന് അർത്ഥവത്തായ വാക്കുകൾ കൊണ്ട് നമ്മുടെ പരിപാടിക്ക് നല്ല ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയും ഇതിൻ്റെ ക്ലാസ് ശ്രമിക്കുവാനായി നിങ്ങൾ ഓരോരുത്തരും അക്ഷരായി കാത്തിരിക്കുകയാണ്. ക്ലാസ് നയിക്കാനായി അഡ്വക്കേറ്റ് മോഹൻരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ കൂടുതൽ സമയം ഇവിടെ ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ അർപ്പിച്ച കർത്തവ്യത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ അർപ്പിതമായ കർത്തവ്യം. വളരെയധികം തിരക്കുകൾക്കിടയിലും ഇന്ന് പത്തനംതിട്ടയിലെയും മറ്റും പ്രോഗ്രാമുകൾക്ക് ശേഷം ഇവിടെ എത്തിച്ചേരുകയും ഒരു നല്ല പ്രസംഗം നൽകുകയും അർത്ഥവത്തായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഓരോരുത്തർക്കും ഒരു മെസ്സേജ് സംഭാവന ചെയ്യുകയും അതിനുശേഷം ഒരു ദൃഢപ്രതിജ്ഞ ചൊല്ലിത്തരികയും ചെയ്ത നമ്മുടെ ബഹുമാനായ ഓണറബിൾ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ സാറിന് DLSയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, തറവുള്ളികളുടെ അവകാശങ്ങളെയോ മനുഷ്യാവകാശങ്ങളെയോ പറ്റി സംസാരിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം നിങ്ങളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഒരു മനുഷ്യാവകാശ ലംഘനം നടത്തുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. ഒരു കാരണവശാലും പ്രിസൺ റൂള്, പ്രിസൺ ആക്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ്, കമ്മീഷൻ റിപ്പോർട്ട്സ് എന്നൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു ക്ലാസ് ആയിട്ട് കരുതുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, ഒരു നിയമവിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ജയിലുമായി ബന്ധപ്പെട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ അത് പങ്കുവെക്കാൻ ആഗ്രഹിക്കും. അതല്ലാതെ അതിന് ഇതൊരു അവയർനെസ് പ്രോഗ്രാമായിട്ടോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വാക്കുകൾ കേട്ട് വളരെ ഭയങ്കര വികാരഭരിതരായിട്ട് പോയിട്ട് ഇത് ചെയ്യുന്നൊന്നും തെറ്റിദ്ധാരണ നടക്കുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിച്ചിട്ട് അതിന് ശമ്പളം വാങ്ങുന്ന ആളുകളാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ജയിലിലാണ് ജോലി ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളെ ശിക്ഷിച്ച് ജയിലിൽ കഴിയേണ്ടി വരുമ്പോൾ അവരെ സംരക്ഷിക്കാനോ പരിപാലിക്കാനോ നന്നാക്കാനോ വേണ്ടിയിട്ട് അവരോടൊപ്പം തന്നെ ആ റിസ്ട്രെയിനിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ മാനസിക സമ്മർദ്ദം എത്രയാണ് എന്നുള്ളത് മറ്റാരെക്കാളും നിങ്ങൾക്ക് അത് വാക്കുകൾ കൊണ്ട് നമുക്കാർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്താണ് ജയിൽ ജീവനക്കാരൻ്റെ മാനസിക സമ്മർദ്ദം? വളരെ വലിയ സമ്മർദ്ദമാണ് എന്ന് എനിക്കറിയാം. കാരണം വളരെ പല ഉദ്യോഗസ്ഥരും ഇവൻ മനഃശാസ്ത്രജ്ഞരുടെ പോലും സേവനം തേടാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആ ഒരു നെഗറ്റിവിറ്റി മാത്രമുള്ള ഒരു സ്ഥലം. കാരണം സന്തോഷമായിട്ട് എന്തെങ്കിലും ഉണ്ട്, ആളുകളുടെ ദുഃഖം അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനം, നിങ്ങൾക്ക് ഒരു കാരണവശാലും ശരിയാക്കാൻ പറ്റാത്ത മനുഷ്യാവകാശ ലംഘനം. കാരണം ഇതിനകത്ത് പല കാര്യങ്ങളും ഇപ്പം സൂപ്രണ്ടായിരുന്ന പോലും ശരിയാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പല കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതെന്താണ്, അത് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് പറയുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഹൈജീൻ ഇല്ല, ഓവർ ക്രൗഡിങ് ആണ്, റേഷ്യോ ഇല്ല. അതായത് പ്രശ്നവാസം ജയിലർമാരും തമ്മിലുള്ള റേഷ്യോ കറക്റ്റ് അല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഫെയിലിയേഴ്സ് ഇല്ല. ഇതൊന്നും നിങ്ങൾ വിചാരിച്ച് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ പ്രധാനമായും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ നല്ല വായനക്കാരുമാണ്.
വായിക്കുന്ന ആളുകളാണ്. ഞാൻ ജയിൽ സംബന്ധിച്ച് ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു പുസ്തകം എന്ന് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഗോപി വിജയന്റെ കടൽ തീരത്ത് എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. വായിച്ചിട്ടുള്ള ആളുകളുണ്ട് അവിടെ. ആ കഥ നമ്മളെ വേദനിപ്പിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, വെള്ളായപ്പൻ എന്ന് പറഞ്ഞ ഒരാളുടെ മകൻ കണ്ടുണ്ണി തൂക്കാൻ വിധിക്കപ്പെട്ടു. അപ്പോ അയാളെ തൂക്കാൻ വിധിക്കുന്നതിന് അന്ന് കണ്ണിയുടെ അമ്മ ഒരു പൊതി ചോറ് ആ മകന് കൊടുക്കാനായിട്ട് അച്ഛൻ്റെ വെള്ളായപ്പൻ്റെ കൊടുത്തു വിടുകയാണ്. ജയിലിൽ ചെല്ലുമ്പോൾ ആ ആഹാരം കൊടുക്കാൻ പറ്റില്ല, എക്സിക്യൂഷൻ കഴിഞ്ഞു, ബോഡി തിരിച്ച് വെട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ മനുഷ്യൻ ഈ കുളിച്ച ചോറ് ആഹാരം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ പൊതിച്ചോറ് ഒരു കടൽ തീരത്ത് കൊണ്ടുവന്ന് സ്വന്തം മകനെ ഓർത്ത് അത് ബലിച്ചോറായിട്ട് കാക്കകൾക്ക് കൊടുക്കുന്നതാണ് കാര്യം. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഒരു സങ്കടം, ഒരു ദുഃഖം, ഞാൻ പറഞ്ഞതും അതിന് ദുഃഖം തോന്നാത്തത്, അത് ഒരുപക്ഷെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ദുഃഖം തോന്നിയിരിക്കും. അപ്പോൾ ആ ഒരു ആ കുറ്റവാളി ഒരുപക്ഷെ ഒരു കടുത്ത കുറ്റവാളിയായിരിക്കാം. അയാൾക്ക് ഒരു വധശിക്ഷ തന്നെ നൽകേണ്ട ഒരു കുറ്റമായിരിക്കാം ചെയ്തത്. അതുകൊണ്ടായിരിക്കാം അയാൾക്ക് വധശിക്ഷ നൽകിയത്. അതിലൊന്നും കഥയിലൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. എന്നാൽ ആ അച്ഛൻ, ആ അമ്മ, ആ അച്ഛൻ്റെ മനസ്സ്, ഇത് നമ്മളെ എങ്ങോട്ടേക്കാണ് സൂചിപ്പിക്കുന്നത്. ഈ ജയിലിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പം പൊതുജനങ്ങളുടെ ജയിലിനെ പറ്റി ഒരു സങ്കല്പമുണ്ട്. അതായത് എന്തിനാണ് ജയിൽ ശിക്ഷ? പോയിന്റ് നമ്പർ 1, ജയിലിൽ മനുഷ്യാവകാശം, നല്ല ഭക്ഷണം എന്നൊക്കെ പറയുന്നത് ഒരു ആർഭാടമല്ലേ? ഇത്രയും വലിയ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർക്ക് ഇത്രയും നല്ല ആഹാരം കൊടുത്ത്, ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത്, സാറേ അതിന് മെനു കേട്ടിട്ട് കൊതി വരുന്നതാണ് ഈ ജയിലിലെ. ഞാൻ പറഞ്ഞ ഈ മെനു ഈ പുറത്ത് കിട്ടുന്ന ചപ്പാത്തി ചേർത്തത് കണക്ക് കൂട്ടണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ, ജയിലിൽ ഇറങ്ങിയ ഒരാൾ എന്നോടൊരു ആഹാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് കേട്ടിട്ട്, ചപ്പാത്തി എനിക്ക് ജലാസന്ധനോട്, ചിക്കൻ കറി PT ഉഷയോടുമാണ് ഉപമിക്കാൻ തോന്നുന്നത്. കാരണം ചപ്പാത്തി കയറണമെങ്കിൽ ഒരു കാര്യം കൊണ്ട് ചവിട്ടി പിടിച്ച് ഭീമൻ ജലാസന്ധനെ വലിച്ചു കയറിയവരെ രണ്ടായിട്ട് വലിച്ചു കയറിയാൽ മാത്രമേ ആ ചപ്പാത്തി വലിച്ചു കയറും. ചിക്കൻ കറി PT ഉഷക്കാരന് വേഗത്തിൽ ഓടിയാൽ മാത്രമേ അതിനെ ഓടി പിടിക്കാൻ പറ്റൂ ചിക്കൻ കറി. ഇതുകൊണ്ടാണ് അത്. പക്ഷേ ആളുകൾ കരുതുന്നത് ഈ മെനു കണ്ടിട്ട് വളരെ ഗംഭീരമായ ഒരു ആഹാരക്രമമാണ് ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന ഒരു ആഹാരം അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് അത് തെറ്റാണ്. അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് വേണ്ടത്. ഒരു അന്തസ്സുമില്ലാത്തൊരു ജീവിതമാണ് നയിക്കേണ്ടത് എന്നുള്ളൊരു ധാരണയും തെറ്റിദ്ധാരണയാണ് പൊതുജനങ്ങൾക്കുള്ളത്. ഇവിടെ ഇത് എന്തിനാണ് ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മനുഷ്യാവകാശം അല്ലെങ്കിൽ അവകാശങ്ങളോ നമ്മൾ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയത്. ഈ ജയിൽ ശിക്ഷ എന്ന് പറയുന്നത് പ്രിസണേഴ്സിന് യാതൊരു വിധത്തിലുള്ള അവകാശം, ഒരിക്കലും അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല ആഹാരം വേണ്ട, നല്ല താമസം വേണ്ട എന്നൊക്കെ പറയുന്ന ഹാൻഡ്സ് ഓഫ് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടൊരു തിയറി പണ്ട് അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നു. അതായത് നീ കുറ്റം ചെയ്തെങ്കിൽ നീ അങ്ങനെ ജീവിച്ചാൽ മതി, അല്ലാതെ അതിൽ കൂടുതലുള്ള സൗകര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ കാലക്രമേണ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ അത് മാറിയിട്ട് അമേരിക്കയിൽ തന്നെ വളരെ വ്യാപകമായ വ്യത്യാസം വരികയും മനുഷ്യാവകാശത്തിലേക്ക് ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ കൈയെടുത്തു, പിന്നെ കറക്ഷണല്ലോ നിങ്ങൾ നോക്കിക്കൂ, നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വ്യതിയാനം. ഇപ്പോ എന്തുകൊണ്ട് ശിക്ഷ, എന്തിന് ശിക്ഷ, ജയിൽ ശിക്ഷ എന്തിന്? ഇപ്പോ ഈ കാലയളവിൽ ക്വാറന്റൈനിൽ ഇരുന്ന ആളുകൾ, ഇപ്പൊ 10 ദിവസം ക്വാറന്റൈനിൽ ഇരുന്ന ആളുകൾ, അവരോട് എങ്ങനെ ഉണ്ടാകുന്ന ചോദിച്ചാൽ സഹിക്കാൻ പറ്റത്തില്ലെന്ന്. അപ്പോ ജയിൽ ശിക്ഷയിൽ ഏറ്റവും പ്രധാനമായ സംഗതി എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യമാണ്. അല്ലാതെ അവരോട് നീതിരഹിതമായി പെരുമാറുന്നതിലോ അല്ലെങ്കിൽ നല്ല ആഹാരം കൊടുക്കാത്തതിലോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നതിലോ അല്ല ആ ജയിൽ ശിക്ഷയുടെ ഒരു ഇത്. അപ്പം ജയിൽ ശിക്ഷ സന്തോഷത്തോടുകൂടി അനുഭവിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സന്തോഷത്തോടെ ചിലപ്പം ചില ആളുകൾ സന്തോഷം അഭിനയിക്കാറുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ള ഏക ആള് സന്തോഷമുള്ള ഒരാളെന്ന് പറയുന്നത് ഒരു 125, അതായത് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതെ ജയിലിൽ പോയ ഒരാളാണ്. അയാൾ വളരെ സന്തുഷ്ടനായിരുന്നു. ആ സന്തുഷ്ടയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യ തോന്നിക്കാൻ പറ്റുന്നുള്ളതാണ്, അല്ല ജയിലിൽ കിടന്നു എന്നുള്ളതല്ല. അപ്പൊ ഒരു മനുഷ്യനും നമ്മൾ ഓരോ കാര്യങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ ചുറ്റും ഉള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കണ്ടു. നിങ്ങൾ സമയം സിനിമ കണ്ടു കാണും.
സദയം സിനിമയിൽ മോഹൻലാൽ തൂക്കാൻ വിധിക്കപ്പെട്ട പ്രതിയാണ്. അപ്പോൾ അയാൾ തൂക്കാൻ കൂടി, വളരെ സന്തോഷം. അയാൾ തൂക്കാൻ വിധിക്കുന്ന ഡോക്ടറെ ചെല്ലുമ്പോൾ ചോദിക്കും, ഇങ്ങനെ സമയം കളാതെ എത്രയും പെട്ടെന്ന് ചെയ്തു തുടങ്ങി ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പം എല്ലാവരും അയാളുടെ ആ ഒരു ഇതിനെ വെൽക്കം ചെയ്യുന്ന പോലെ ഒരു തോന്നലുണ്ട്. പക്ഷേ ആ സിനിമയിൽ നിന്ന് രണ്ടാമത് ഇയാളുടെ ശിക്ഷാവിധി സ്റ്റേ ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷവും ഒരു ആശ്വാസവും ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും അതാണ് യഥാർത്ഥത്തിലുള്ളത്. നമ്മൾ കാണുന്നതൊന്നും ശരിയല്ല, നമ്മൾ കാണുന്നതല്ല ശരി. കാരണം പലരും സന്തുഷ്ടരായിട്ട് അല്ലെങ്കിൽ ജയിൽ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു ജയിൽ ജീവിതം ആഗ്രഹിച്ചിട്ട് അവിടെ ജീവിക്കുന്നതോ അല്ല, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. അത് അവരെ ഒന്നുകിൽ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്ന പോലെ ആ ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ മാർഗമില്ലാതെ വരുന്നത് കൊണ്ടോ ഒക്കെയാണ്. ഇപ്പോൾ ഈ പ്രധാനമായി ജയിലിലെ കുഴപ്പങ്ങളായി പറയുന്ന ഓവർ ക്രൗഡിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിട്ടയർമെന്റ് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പ്രതികൾ വരുന്നതിന് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുഡിന്റെ സാധനം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അത് ജസ്റ്റിസ് ദിനാദിന സാർ പറഞ്ഞതുപോലെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന സംഗതിയിൽ രൂഢമൂലമായിരിക്കുന്ന മനുഷ്യന്റെ അന്തസ്സ് എന്ന് പറയുന്ന സംഗതി. മനുഷ്യന്റെ അന്തസ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിന് വേണ്ടുന്ന ആർട്ടിക്കിൾ 21 പറയുന്ന ഏത് മനുഷ്യനും അന്തസ്സായ ഒരു ജീവിതം അത് ഉറപ്പുവരുത്തുന്ന ഒരു സമൂഹമാണ് ഏറ്റവും നല്ല ഒരു സമൂഹം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ആഹാരം കൊടുക്കാതെയോ അല്ലെങ്കിൽ അവരെ പീഡിപ്പിച്ചോ അല്ല, അങ്ങനല്ല. അവർക്ക് അവരുടെ ബേസിക് അന്തസ്. ഇപ്പൊ അന്തസ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു പക്ഷെ പറയാനില്ല. അത് ഓരോ സാഹചര്യത്തിലും മാറി മാറി വരും. ഉദാഹരണം ചെറിയ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഒരു മേലുദ്യോഗസ്ഥൻ പറയുകയാണ്, ഇയാൾ പോയി കുറച്ച് എൻ്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മുടെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ കയറണം, നിങ്ങൾ അറിയില്ല, ബാക്കിയുള്ളവർ കഴിക്കുക എന്ന് പറയുമ്പോൾ അത് അന്തസ്സിനെ ബാധിക്കും. ബാക്കി അന്തസ് എന്ന് പറയുന്ന വാക്ക് ഒരു മനുഷ്യന്റെ സെൽഫ് എസ്റ്റീമിനെ മുറിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അയാളെ ഒരു അന്തസ്സായ ജീവിതം അയാൾക്ക് തന്നെ എന്റെ ജീവിതം ഒരു അന്തസ്സുള്ളതല്ല എന്ന് അയാൾക്ക് തന്നെ തോന്നത്തക്ക വിധത്തിലുള്ള ഒരു പെരുമാറ്റമോ ഒരു സംഗതി ഉണ്ടാകുമ്പോഴാണ് അതിനെ ഒരു അന്തസ്സില്ലായ്മയായിട്ട് ഒരു മനുഷ്യൻ തോന്നുന്നത്. ഇപ്പോ ജയിലില് പഴയ കാലമല്ല, നല്ല മാറ്റമുണ്ട്. പഴയ പോലെ പീഡനമോ അല്ലെങ്കിൽ ക്രൂരതയോ ഒന്നും ഉള്ളതായിട്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ പെരുമാറ്റം, അതായത് അത് നിങ്ങൾ ഉദ്യോഗസ്ഥരെന്നുള്ള നിലയ്ക്ക് ഒരു ഉയർന്ന പദവി നിൽക്കുന്നു, അവര് കുറ്റവാളികൾ എന്ന നിലയിൽ ഒരു താഴ്ന്ന പദവി നിൽക്കുന്നു. അവരോട് എങ്ങനെ ഒരു പെരുമാറണം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുമ്പോൾ അവര് കുറ്റം ചെയ്തവന്മാരോട് നമ്മളെന്തിനാണ് കരുണ കാണിക്കുന്നത് അല്ലെങ്കിൽ അന്തസ് കാണിക്കുന്നത് എന്തിനാണ് എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവാം, അല്ലെങ്കിൽ അത് കൊള്ളാം. പക്ഷെ ഒന്ന് മാറ്റി നിർത്തി നോക്കും. നമ്മൾ നാളെ നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ ഒരു സ്ഥാനത്ത് വരാൻ ഉള്ള സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. ആർക്കും എപ്പോഴും വന്നു ചേരാവുന്ന ദുരിതങ്ങളിൽ ഒന്നാണ് കാരാഗ്രഹവാസം. അപ്പോൾ അന്തസ്സായ ഒരു ജീവിതം ഒരു തടവുകാരന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്ന് പറയുന്ന സമൂഹത്തിന് മൊത്തത്തിൽ എന്ന് പറയുന്ന ഭാവിയിൽ ഇപ്പൊ നമുക്ക് രക്ഷപ്പെട്ടു, നമ്മൾ അതിൽ നിന്ന് ഒഴിവായി, കാര്യം നമ്മൾ കുറ്റം ചെയ്യാത്തത് കൊണ്ടല്ല. ഇപ്പൊ ഹരികുമാർ സാറ് എന്ന് പറഞ്ഞിട്ട് മൊബൈലില് വീഡിയോ കാണുന്ന ബെയിൽ ആപ്ലിക്കേഷൻസ് കൺസിഡർ ചെയ്യുന്ന അദ്ദേഹത്തിന് അറിയാം. ഇത് കാണാത്ത ആളുകളാകുന്നുണ്ട്. പക്ഷേ ചില ആളുകൾ പിടിക്കപ്പെടും, ഒരുപാട് ആളുകൾ കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അത് കണ്ട സമയം ശരിയല്ലാത്ത ആളുകൾ പെട്ടുപോവുകയും അവർ ജയിലിൽ പോവുകയും ചെയ്യുന്നു. സമയം ശരിയായ ആളുകൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏത് നിമിഷവും നമുക്കും പാകമാകാവുന്ന ഒരു തൊപ്പിയാണ് അല്ലെങ്കിൽ ഒരു കുപ്പായമാണ് ജയിൽ പുള്ളിയുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പെരുമാറിയാൽ നമുക്ക് നല്ലത്. കാര്യം അന്തസ് നിങ്ങളോട് ഒരു മനുഷ്യൻ ഇപ്പൊ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ഒരാളോട് മേലുദ്യോഗസ്ഥൻ അന്തസ്സില്ലാതെ പെരുമാറിയാൽ നമുക്ക് എന്ത് തോന്നും? അതേ തോന്നൽ നമ്മളുടെ തടവുകാർ പുള്ളിക്ക് അവന്റെ വ്യക്തിപരമായ അന്തസ് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്തിനു അവനോട് പെരുമാറും?
ഇത് മാത്രമാണ് ചോദ്യം. കാരണം ഈ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ കടുത്ത കുറ്റവാളി എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവരുടെ മനസ്സിലെല്ലാം ഒരു ആർദ്രതയുണ്ട്. ആ ആർദ്രത എന്ന് പറയുന്നത് ഒരു സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഉണ്ടാക്കുന്നത്. കാരണം യുവ അഭിഭാഷകനായിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കൊലക്കേസുകൾ നടത്താൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു 2-3 വർഷമായപ്പോൾ മുതൽ കൊലക്കേസുകൾ നടത്താൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. അക്കാലത്ത് മിക്കവാറും ബാലേന്ദ്രൻ സാറും സതീശ്വരൻ സാറും അവരെല്ലാം എല്ലാ കേസുകളും എനിക്ക് തരുന്ന ജയിലിൽ. അപ്പൊ ആ കാലങ്ങളിൽ ഞാൻ ജയിലിൽ വന്നിട്ട് പ്രതികളെ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ട്. ഇപ്പൊ പക്ഷെ അതിനൊക്കെ നടപടിക്രമമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. സ്റ്റേറ്റ് ബ്രീഫിൽ നമ്മുടെ ജയിലിൽ വരുമ്പോൾ നമുക്ക് എല്ലാ സഹായങ്ങളും ജയിൽ അതോറിറ്റീസ് ചെയ്തു തരും. അപ്പൊ അത്തരത്തില് നടത്തിയ ഒരു കേസിന്റെ ഒരു അനുഭവം കൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാറുണ്ട്. കാരണം വളരെ വിചിത്രമായ ഈ മനുഷ്യരുടെ സ്നേഹം അല്ലെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല മനുഷ്യർ എന്നുള്ളതിന്റെ. പ്രതിയുടെ പേര് പറയാൻ എനിക്ക് വിഷമമില്ല, കുത്തുകുമാർ എന്നാണ്. അയാൾ നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയായിരുന്നു. അപ്പം കേസിന്റെ വിചാരണ ദിവസം വക്കീൽ ഒഴിഞ്ഞതുകൊണ്ട് സ്റ്റേറ്റ് ബ്രീഫായിട്ട് എന്നെ വെച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് നടത്തണം എന്നുള്ളതാണ് ആവശ്യം. കേസ് നടത്തി, കേസ് വാശിക്കുന്നത് നടത്തി. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ട, കേസ് ശിക്ഷിച്ചു. കേസ് ശിക്ഷിച്ചപ്പോഴും പക്ഷെ കുത്തുകുമാറിന് അതിന്റെ ശിക്ഷിക്കുന്നതിന് മുമ്പ്, അതാണ് പ്രധാന സംഗതി, ശിക്ഷിക്കുന്നതിന് മുമ്പ് ശ്രീദേവി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, പ്രതിയിൽ നിന്ന് വിശദീകരണം ചോദിക്കാൻ ആയിട്ട് ജഡ്ജ് അടുത്തോട്ട് വിളിച്ചപ്പോൾ കൊലക്കേസിനെ പറ്റിയുള്ള വിശദീകരണമൊന്നുമില്ല. വിശദീകരണം അന്നത്തെ സൂപ്രണ്ടായിരുന്ന പ്രദീപിനെ സ്ഥലം മാറ്റി. അത് ശരിയായില്ല. അതാണ് അയാളെ ശ്രീദേവി. ആദ്യം ജഡ്ജിയുടെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, സാർ ജയിലിലെ സൂപ്രണ്ടിനെ യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. എല്ലാം വളരെ സ്നേഹമുള്ളതാണ്, ഞങ്ങളൊക്കെ വളരെ നന്നായിട്ട് പെരുമാറുന്നു. അങ്ങനെ സ്ഥലം മാറ്റി തീർച്ചയായും വളരെ മോശമായിരുന്നു. അപ്പം ജഡ്ജി പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇതിനെ പറ്റി വല്ലതും എനിക്ക് വേറെ ഒന്നും പറയാനുണ്ടെന്ന്. അപ്പം കേസ് ശിക്ഷിച്ചു. ഇറങ്ങി എൻ്റെ അടുത്ത് പറഞ്ഞു, സാറ് വളരെ അന്തസ്സായിട്ട് കേസ് നടത്തി, വളരെ വാശിക്ക് കേസ് നടത്തി, സന്തോഷമുണ്ട്, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ അമ്മ മാത്രമേ വിളിച്ചത്, ഒരു ആശ്രമത്തിൽ ചെറിയ കട നടത്തുന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ അവർ വരുവാൻ സഹായിക്കണം. ഞാൻ പറഞ്ഞു സഹായിക്കാൻ. പിന്നെ യാതൊരു വിവരമില്ല. ഒരു 5 വർഷത്തിന് ശേഷം ഒരു ദിവസം ബാർ അസോസിയേഷൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഈ വിദ്വാൻ വന്നു. എന്നിട്ട് വന്ന് നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാർ ഒരു പരോട് കിട്ടി, ഒരു ചെറിയ പരിപാടിക്ക് വന്നതാണ്. കുറേ കാര്യം സംസാരിച്ചിട്ട് പറഞ്ഞു, സാറിന് ഒരു ഫീസും തരാൻ പറ്റിയില്ല, വളരെ വാശിക്ക് സാർ കേസ് നടത്തി. ഞാൻ പറഞ്ഞു ശരി, സന്തോഷം കുമാറായിട്ട്. എൻ്റെ അടുത്തോട്ട് ഇറങ്ങുമെന്ന് ചോദിച്ചു, സാറിന് ശത്രുക്കളാരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഈ ശത്രുക്കളാരില്ല. ഒന്നുകൂടെ പറഞ്ഞു, പേടിക്കേണ്ട സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ശത്രുക്കളാരില്ല. അപ്പം പറഞ്ഞ് ബാർ അസോസിയേഷനോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അവിടെ നിൽക്കുന്ന പിന്നെ തെറിയാ പറഞ്ഞത്, രാഷ്ട്രീയന്മാരാരെങ്കിലും സാറിനായിട്ട് വിരോധമുണ്ടെന്ന്. അപ്പം എനിക്ക് പേടിയായിട്ടുള്ള എൻ്റെ സമയം ഞാൻ പറഞ്ഞ് ഉടുപ്പ് പൊക്കി കാണിച്ചു, ഒരു കത്തി എടുക്കുന്നു, എനിക്ക് തട്ടി കണ്ടിട്ടുള്ള സാധനം കൈകൊണ്ട് ഞാൻ തിരിച്ചുകൊള്ളാം. അപ്പം എനിക്ക് പേടിയായി, എന്തോ കാര്യം. അപ്പോൾ സാർ പേടിക്കേണ്ട, ഒക്കത്തില്ല, ജീവൻ പോയാലും ഒക്കത്തില്ല. ഞാൻ പറഞ്ഞു എന്തോ നിന്റെ പ്രശ്നമില്ല. കാരണം യഥാർത്ഥ പ്രശ്നം പറഞ്ഞു, ഞാൻ ഈ കൊലക്കേസിൽ പ്രതിയാവുമ്പോഴും ഒരു 10-20 കേസുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ജയിലിൽ നിന്ന് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മയെ കാണാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ 3-4 തവണ കാണാൻ പറ്റും. ഇപ്പോൾ പറ്റിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ 20 കേസ് തീർന്നു. അപ്പോൾ ഇപ്പോൾ വരാൻ വയ്യാത്തത് കൊണ്ട് അമ്മ തിരുവനന്തപുരത്തോട്ട് ചേരണം. അമ്മയ്ക്ക് സുഖമില്ലല്ലോ, അമ്മയ്ക്ക് എങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുമ്പ് കേസ് ഉണ്ടാക്കിയിട്ട് പോയാൽ ഇവിടെ വരുമ്പോൾ അമ്മയ്ക്ക് കാണുകയും ചെയ്യാം, സാറിന് ഉപയോഗമാകും എന്നുള്ളതാണ്. അപ്പോൾ മാതൃസ്നേഹം അത്ര കഠിനം. അമ്മയുടെ അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് അയാൾ ഒരു കൊലപാതകം വേണമെങ്കിൽ തന്നെ കുത്താൻ തുടങ്ങുന്നത്. ഇതിന്റെ ആന്റി ക്ലൈമാക്സ് അവിടെ അല്ല. അന്ന് രാത്രി, അന്നേ ദിവസം രാത്രി ഒരു കക്ഷിയായിട്ടുള്ള ബാങ്ക് മാനേജർ വിളിച്ചു. അപ്പൊ അയാൾ വളരെ കർശനമായി നിയമം നോക്കുന്ന ആളാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിക്കത്തില്ല, ലോൺ ആപ്ലിക്കേഷനിൽ ഒരു തെറ്റുണ്ടെങ്കിൽ കൊടുക്കത്തില്ല, അത്ര കർശനമായ കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. അപ്പൊ അയാളുടെ അമ്മയുടെ സഹോദരന്റെ പേരിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് സ്വത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അയാളുടെ സംശയം അമ്മ മരിച്ചു, ഇന്ന് രാത്രി ഇപ്പൊ മരിച്ചതേ ഉള്ളൂ, നമ്മൾ അടക്കത്തിന് പോയ കേസിന് വല്ല ദോഷമുണ്ട്. ഇതാണ് ബാങ്ക് മാനേജർ. അപ്പൊ ഇതിനാരാ യഥാർത്ഥ കുറ്റവാളി? അമ്മയെ കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഒരാളെ കുത്തിയിട്ട് ഇനി ഒന്നുകൂടെ വരാം എന്ന് പറയുന്ന കുത്തുകുമാറാണോ, അതല്ല
വിദ്യാസമ്പന്നനായ നിയമങ്ങളെല്ലാം പാലിക്കുന്ന അമ്മ മരിച്ച അമ്മയുടെ ചടങ്ങിന് പോകുന്നതിന് കേസിനെ ബാധിക്കുന്ന നിയമപ്രശ്നമാണോ എന്ന് ചോദിക്കുന്ന മകനാണ്. ഈ ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യരിലും ഇപ്പൊ നമ്മൾ അയാളുടെ കുറ്റകൃത്യമോ കുറ്റവാസനയോ മാറ്റി നിർത്തും. പക്ഷേ അമ്മ എന്ന് പറയുന്ന ആ സങ്കല്പത്തിനോട് അല്ലെങ്കിൽ ആ ഒരു ഇതിനോടുള്ള മാതൃത്വത്തിനോടുള്ള അയാളുടെ സ്നേഹം വളരെ അഭേദമാണ്. അതിന് സംശയമില്ല. അപ്പൊ ഈ ഒരു ആ ഒരു വ്യക്തിയെ സ്നേഹത്തിന്റെ വഴിക്ക് അല്ലെങ്കിൽ അയാളെ നമുക്ക് നയിക്കുന്നതിന് വലിയ പാടില്ല. ഇതുപോലെ തന്നെയാണ് പല ആളുകളെ. പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ തിരികുമായിരിക്കും. കാര്യം ഓരോ പല വിധത്തിലുള്ള തടവ് പുള്ളികളുടെ വൈചിത്രമായ സ്വഭാവങ്ങളും വിചിത്രങ്ങളായ സ്വഭാവങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരാൾ വന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ളത്. പക്ഷെ അവിടെ എൻ്റെ ഒരു ചെറിയൊരു ഇതെന്ന് പറയുന്നത് നമുക്കിപ്പം എന്ത് വേണ്ടാതിനങ്ങൾ ജയിലിൽ കാണിച്ചാലും തടവുള്ളികൾ വേണ്ടാതിനങ്ങൾ കാണിക്കത്തില്ല എന്ന് പറയുന്നില്ല. കാര്യം പ്രിസൺ ഒഫൻസസ് എന്ന് പറഞ്ഞിട്ട് പ്രിസൺസ് ആക്ടിൽ തന്നെ കുറെ കുറ്റകൃത്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് നിങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കുക, അസാൾട്ട് ഓഫ് ക്രിമിനൽ പ്രോസസ് ചെയ്യുക, അല്ലെങ്കിൽ കളവായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതെല്ലാം പറയുക. ഇതിനെല്ലാം അവിടെ തന്നെ ശിക്ഷയും ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ നിങ്ങൾക്ക് തന്നെ ശിക്ഷിക്കാനുള്ള അതിനകത്ത് ഏറ്റവും രസകരമായ സംഭവം വിപ്പിംഗ് എന്ന് പറഞ്ഞ ശിക്ഷ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല. ചാട്ടവാറ കഴിയുന്നുള്ള ആ വകുപ്പ് ഇപ്പോഴും നിലവിലിരിപ്പുണ്ട്. ആഹാരം കൊടുക്കാതിരിക്കുക, സെഗ്രിഗേഷൻ നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ വിസിറ്റേഷൻ കുറയ്ക്കുക, അയാളുടെ റെമിഷനെ ബാധിക്കുക, അല്ലെങ്കിൽ പിന്നെ അയാളുടെ റൈറ്റ്സ് കട്ട് ചെയ്യുക, ആഹാരം കുറയ്ക്കുക എന്നൊന്നും നടക്കുന്നില്ല. അപ്പൊ ഇത്തരം ശിക്ഷാവിധികളും നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അതിന് പകരം നമ്മൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ്, ഇപ്പോൾ ഒരാൾ വരുമ്പം ഒരു മനുഷ്യനെ ഒരു തടവുപുള്ളിയെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ പറ്റും. കാരണം തടവുപുള്ളിയാണ്, ഉപദ്രവിക്കുന്നതിന് യാതൊരു പാടുമില്ല. പക്ഷേ എന്തിനു ഉപദ്രവിക്കണം എന്നുള്ള ഒരു ചോദ്യം. കാരണം നിങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബലപ്രയോഗം നടത്താൻ നിങ്ങൾക്ക് അവകാശവും അധികാരവുമുണ്ട്. കാരണം ഒരാൾ വന്നിട്ട് അയാൾ ഇതിൽ കയറുന്നില്ല, അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അയാളെ ബലപ്രയോഗം നടത്തി അയാളെ അകത്ത് കയറ്റാനും അത് ഡോക്യുമെന്റ് ചെയ്യാനുമുള്ള അവകാശവും അധികാരമുള്ള ഉദ്യോഗസ്ഥരാണ് നിങ്ങൾ. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു ബൈബിൾ വചനം കേട്ടിട്ടുണ്ടല്ലോ, ഇത്ര വലുതാകുവാൻ ഞാൻ എത്ര ചെറുതായി. ആ വചനം അതിൻ്റെ ഒരു വലിപ്പവും വ്യാപ്തിയും എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. കാരണം നമുക്കൊരുത്തിനെ അടിക്കാം, അത് അടിക്കാതിരിക്കുന്നതിൽ ആണ് എൻ്റെ വലുത്. അത് ഞാൻ ഈ ബൈബിൾ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തം ഞാൻ കണ്ടത് പഴയപ്രജ്ഞനായ ഹൈക്കോടതി കക്ഷി കേരള ഹൈക്കോടതിയിലെ പുതിയ കെട്ടിടം പണിയുമ്പോൾ പഴയ കെട്ടിടത്തിൽ സിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ കെട്ടിടം പണിയുടെ പൈലടിക്കുകയാണ്. ശബ്ദം കാരണം ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ജഡ്ജി അവിടെ നിന്നോട് പറഞ്ഞു, ഇഫ് ഐ വെർ എ മജിസ്ട്രേറ്റ് ഐ വുഡ് ഹവ് ഷോൺ ടു ഹിം. ഞാനൊരു മജിസ്ട്രേറ്റ് ആയിരുന്നെങ്കിൽ ഈ പൈലടിക്കുന്നതിന് ഇപ്പോൾ കാണിച്ചു കൊടുത്തത്. ചീഫ് സെക്രട്ടറിയെ വേണമെങ്കിലും വിളിച്ചു കഴിഞ്ഞ് മുന്നേ മാറ്റി നിർത്താൻ അധികാരമുള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹം ആ അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പൈലടിക്കുന്നതിനെ വിളിച്ചിട്ട് മാറിക്കിടാൻ പറയാൻ പാടില്ല. അതല്ല ആ അധികാരത്തിൻ്റെ അർത്ഥം. കാരണം അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ ആ അധികാരം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്, അത് ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ചെയ്യാം, ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ. അതുപോലെ നിങ്ങൾക്ക് അയാളെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ തിരിച്ചടിക്കത്തില്ലെന്നും അവൻ ജയിൽ പുള്ളിയാണെന്നും നിങ്ങൾ ഉപദ്രവിക്കുമെന്നല്ല, ഞാൻ പൊതുവായ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നുള്ളതേ ഉള്ളൂ. കാരണം അതിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഉപദ്രവിക്കാൻ നമുക്ക് പറ്റും, ഈസിയായി പറ്റുന്ന കാര്യം ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളും തടവുപുള്ളിയും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ വളരെ ഉയരത്തിലും അതിൽ വളരെ താഴെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ ഉപദ്രവിച്ചിട്ട് നിങ്ങൾ എന്താ നേടുന്നത്? അതേസമയം ബലപ്രയോഗം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അത് കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്? കാരണം ബലപ്രയോഗം നടത്തേണ്ട കേസുകളിൽ ബലപ്രയോഗം ചെയ്താൽ അത് തെറ്റാണ് എന്ന് ഒരു നിയമ സംവിധാനവും പറയുകയില്ല. അത് ചെയ്യാം. ഇനി അടുത്ത പ്രശ്നം വിഡ്രോവൽ സിംറ്റംസ്.
പലപ്പോഴും കള്ളുപിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്ന ആളുകൾ അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് ബ്ലഡ് ആൽക്കഹോൾ ലെവൽ കുറയുമ്പോഴത്തേക്ക് വയലന്റ് ആവും. അത് പലപ്പോഴും അവരവിടെ വയലൻസ് കാണിക്കും. ആ വയലൻസിനെ നിങ്ങൾ മനസ്സിലാക്കുന്നത് അവൻ്റെ അഹങ്കാരമായിട്ടായിരിക്കും. അതൊരിക്കലും അയാളുടെ അഹങ്കാരമല്ല. ഒരു മദ്യപാനി വയലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അയാളുടെ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ കുറയുകയും അതിൽ നിന്നുണ്ടാകുന്ന ഡെലിറിയും ബാക്കി കാര്യങ്ങളും കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതിന് ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. ട്രീറ്റ്മെന്റ് കൊടുക്കണം. കാരണം അയാളെ ഉപദ്രവിച്ച് നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. കാരണം അതിലൊരു ശാരീരികമായ ഒരു അവസ്ഥയോ ഒരു രോഗാവസ്ഥയോ ആണ്. ആ രോഗാവസ്ഥയെ നമുക്ക് ശാരീരിക ഉപദ്രവത്തിലൂടെയോ അല്ലാതെയോ നേരെയാക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ ചില ആളുകൾ വളരെ ശക്തമായി പ്രതികരിക്കുകയും നമ്മളോട് മോശമായി ബിഹേവ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥന്റെ പേര് ഓർക്കുന്നില്ല. ജയിലിലെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഹാർഡ്കോർ ക്രിമിനൽ അൺനാച്ചുറൽ ഒഫൻസിന് വിധേയനാക്കി എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ ഈ അടുത്ത ഒരു കൊറോണയിൽ തൊട്ടും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആരോപണം തെറ്റാണ് എന്ന് കണ്ടപ്പോൾ എൻ്റെ സിസ്റ്റം അദ്ദേഹത്തിനോട് നിന്നു. നിൽക്കുകയും ആ കേസ് റെഫർ ചെയ്യുന്നതിന് ഇത് ചെയ്യുകയും ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അന്നത്തെ ACക്ക് ലെറ്റർ കൊടുക്കുകയും ചെയ്തു ഡിപ്പാർട്ട്മെന്റിൽ. ഇതൊരു ഫാൾസ് കേസാണ്, ഇതിനകത്ത് എഴുതിയില്ല, ആക്ച്വലി ഈസ് എ വിക്ടിം, അതായത് ഉദ്യോഗസ്ഥന്റെ വിക്ടിമാണ് എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുകയും ചെയ്തു. അപ്പം അത്തരത്തിൽ ഉള്ള സഹായം, അതായത് നിങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ സിസ്റ്റം നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് ജസ്റ്റിസ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അയ്യമാർ സാറ പറഞ്ഞു തോന്നുന്നു. അപ്പോൾ ഈ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, റിമാൻഡ് ചെയ്ത ഒരു പ്രതിയെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജഡ്ജിനെയോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോ കണ്ട് പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയോ മറ്റ് ഉൾപ്പെടെയുള്ള എന്ത് നടപടികൾക്കും സഹായമുണ്ട്. ആ സഹായങ്ങൾ നിലവിലുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യാതെ നമുക്ക് നിയമപരമായി ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കുറ്റം ചെയ്ത് ഒരു പ്രതി ജയിലിൽ വരുന്നത് നിയമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ്. അങ്ങനെ വരുന്ന ഒരാളെ നിയമത്തിന് പുറത്ത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ? ഒരിക്കലും. കാരണം നിയമം എന്താ അനുശാസിക്കുന്നു അത് ചെയ്യുക. നിയമം അനുശാസിക്കുന്ന ഇപ്പം ബലപ്രയോഗം നടത്തേണ്ടതാണെങ്കിൽ ബലപ്രയോഗം നടത്തണം. അതല്ല ശിക്ഷ കൊടുക്കേണ്ട ആളാണെങ്കിൽ ശിക്ഷ കൊടുക്കണം. കഞ്ചാവ് കൊണ്ടുവരുന്നവരെ കഞ്ചാവ് കൊണ്ടുവരുന്ന പോലെ കൈകാര്യം ചെയ്യണം. അതിന് നിയമ നടപടി സ്വീകരിക്കണം, നിയമം സ്വീകരിക്കണം. പക്ഷെ പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ജയിലില് തടവുകാരോട് കാണിക്കുന്ന സഹാനുഭൂതി പലപ്പോഴും തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. അത് അയാളെ സൈഡ് പിടിച്ചു അല്ലെങ്കിൽ അവനെ സഹായിക്കുന്നു, അതൊന്നും ശരിയല്ല. നമ്മുടെ കർമ്മം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ജയിലിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പീഡനങ്ങളല്ല ഒരു ജയിൽ പുള്ളിയെ ബുദ്ധിമുട്ടിലാകുന്നത്, അസ്വാതന്ത്ര്യം തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ പറയാം. ഒരു വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു കേസിൽ ഒരു പ്രതി സുപ്രീം കോടതി 10 വർഷം ശിക്ഷ കവർ ചെയ്ത് കൊടുത്തു. കടന്ന കാലം 10 വർഷമാക്കി കൊടുത്തു. പിന്നെ ഫൈൻ എമൗണ്ട് അടച്ചില്ലെങ്കിൽ 2 വർഷം അധിക തടവ്. അതായത് 11 വർഷത്തോളം കടന്നിട്ടുണ്ട്. ഈ ഫൈൻ എമൗണ്ട് ഏതാണ്ട് 4 ലക്ഷം രൂപയോളം. അപ്പോൾ അത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ 2 വർഷം അധിക തടവ് കിടക്കണം. അപ്പോൾ ഞാൻ അയാളത് ഇത് ഒപ്പിടിക്കുകയാണ്, 2 ലക്ഷം രൂപ അടയ്ക്കുകയാണ്. ഒപ്പിടാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ കാശ് അടയ്ക്കുന്നത്? ഇത്രയും കിടന്നില്ലേ? എന്തായാലും ഒരു വർഷം കിടന്നാൽ തീരുന്ന പ്രശ്നം. റെമിഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 6 7 8 മാസം കഴിയുമ്പോൾ ഇറങ്ങി കൂടെയും. അപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞു, തൊഴുതെന്ന് പറഞ്ഞു, സാറേ ഒരു ദിവസം കൂടെ എനിക്ക് അകത്ത് കിടക്കാൻ പറ്റും, ഒരു ദിവസം കൂടെ കിടക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ പറയുന്ന ഒരു ഇതിൽ നിന്നാണ് അസ്വാതന്ത്ര്യം എത്തില്ല. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആ റെസ്റ്റ് ഇപ്പം നമ്മൾ തന്നെ ഈ മുറിക്കകത്ത് നമ്മൾ ഇടുന്നു, നിങ്ങളെല്ലാവരും ഇരിക്കുന്നു. ഇതിനകത്ത് പുറത്തിറങ്ങരുത് എന്നൊരു ആരെങ്കിലും ആജ്ഞ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ. ഇപ്പോൾ ഒരു ജയിലിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കാഠിന്യം എന്ന് പറയുന്നത് ഒരാളെ പീഡിപ്പിക്കുന്നതിലോ വേദനിപ്പിക്കുന്നതിലോ അല്ല, അയാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിൽ മാത്രമാണ്. അപ്പം പൊതുജനങ്ങൾക്ക് തെറ്റായ ഒരു വിചാരമുണ്ട്, ഡെയിലി ഭയങ്കര ഗംഭീരമായ ശാപ്പാടാണ്, അല്ലെങ്കിൽ അയാൾ എടുത്ത് കൊടുത്ത് ചുമന്ന് വരുന്നു എന്നുള്ള അവരാരും ഈ സത്യം മനസ്സിലാക്കുന്നില്ല. എന്താണ് ഇപ്പം ഒരു പക്ഷേ നിങ്ങൾക്കറിയാം
എന്താണ് ജയിലെന്ന്, ജയിലിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്, അനുഭവിക്കുന്ന മാനസിക അപ്പം ഞാൻ ആവശ്യപ്പെടുന്ന ഏക കാര്യം, നിങ്ങളെ തന്നെ തടവുപുള്ളിയുടെ സ്ഥാനത്തേക്കൊന്ന് സങ്കല്പിച്ച് നോക്കുക. കാരണം മറ്റു വകുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, പുറം ലോകം കാണാൻ അതിനകത്ത് തന്നെ കഴിയുക, ഇവരുടെ നെഗറ്റിവിറ്റി മാത്രം കേൾക്കുക, ഈ ദുഃഖങ്ങൾ നിങ്ങളെ എത്ര നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്നുള്ളത് ശരിയല്ലേ? കുറച്ചെങ്കിലും ബാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ വർഷങ്ങളോളം ജീവിക്കുന്ന ഒരാളുകളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? അവരോട് നമ്മൾ നമുക്ക് ശിക്ഷ കുറച്ച് കൊടുക്കാൻ പറ്റില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആഹാരം നല്ലത് കൊടുക്കാൻ പറ്റത്തില്ല, ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ക്യാൻ ബി കൈൻഡ്. അതിനകത്ത് ഒരു സംഗതി പറയുന്നത് ബി കൈൻഡ് ടു എവരിവൺ ബിക്കോസ് എവരിബഡി ഹാസ് എ ബാറ്റിൽ ടു ഫൈറ്റ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ദുഃഖങ്ങളോ ഉണ്ടാവും. അവരതുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ ആ മോശമായി പെരുമാറുന്നു എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. ആ മനുഷ്യൻ്റെ ജീവിതം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാകത്തില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എന്നോട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, അദ്ദേഹം ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഓണത്തിന് ലോ ആൻഡ് ഓർഡർ പെട്രോൾ ഡ്യൂട്ടി ചെയ്തപ്പോഴത്തേക്ക് ഈ പൊതുനിരത്തിലുള്ള അല്ലെങ്കിൽ ഫുട്പാത്തിലുള്ള മുഴുവൻ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ ആവശ്യപ്പെട്ടു. എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടിക്കടയിലിരുന്ന ഫ്രൂട്ട്സ് വിൽക്കുന്ന ഒരാൾ മാത്രം അനങ്ങിയില്ല, എല്ലാവരും കേട്ടോണ്ടിരിക്കുക. അതിൽ എഴുന്നേക്കില്ല ഈ ഉദ്യോഗസ്ഥനായിട്ട് ഓർന്നിരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോയപ്പോൾ ഈ എഴുന്നേറ്റില്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന് ശ്രദ്ധയിൽപ്പെട്ടു. തിരിച്ചു വന്നപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും എടുത്തോണ്ട് പോകും, ഇയാൾ മാത്രം അനങ്ങിയില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നിന്റെ അടുത്ത് തന്നെ എടുത്തോണ്ട് പോകാൻ ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അനങ്ങാതെ ഇങ്ങനെ ഇയാളെ മുഖത്തേക്കാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഈ തട്ടിൽ ഒരൊറ്റ ചവിട്ടി എടുത്തു. ആ ചവിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബഹുമാനിച്ചില്ല എന്നുള്ളൊരു പോയിന്റ്. ചവിട്ടി ഈ സാധനം മാറിക്കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് 2 കാലുകളും ഇല്ലാത്ത ഒരാൾ. അയാൾക്ക് എഴുന്നേക്കാൻ പറ്റാത്തത് എഴുന്നേക്കില്ല. അപ്പോൾ ഇത് റോഡ് മുഴുവൻ ഈ ഓറഞ്ചും ആപ്പിളും എല്ലാം തെളിച്ചതിന് ശേഷമാണ് ഈ കാലില്ല എന്നുള്ള കാര്യം കാണുന്നത്. ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ ഞാൻ കരഞ്ഞിട്ട് കണ്ണീര് കരഞ്ഞിട്ട് പോലീസുകാരത്ത് പതുക്കെ അത് തിരിച്ചവിടെ എടുത്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് തിരിച്ചെടുത്ത് വെച്ചു. നമ്മൾ അതേസമയം ഈ ചവിട്ടിയില്ലെങ്കിൽ അയാൾ അന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയായിരിക്കും? ഇയാളൊരു കുഴപ്പക്കാരനാണ്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഫാക്ട്സാണ്, ട്രൂത്ത് അല്ല. നമ്മൾ ഫാക്ട്സും ട്രൂത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ വസ്തുതകൾ നമ്മളിപ്പോൾ കാണുകയോ കേൾക്കുകയോ ഗന്ധിക്കുകയോ അറിയുകയോ ചെയ്യുന്നതിനെയാണ് ഫാക്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കോടതികൾ തെളിവായിട്ട് എടുക്കുന്നത്. പക്ഷെ അതൊരിക്കലും ട്രൂത്തല്ല. ഫാക്റ്റും ട്രൂത്തും തികച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. 10 മിനിറ്റ് എടുത്ത് ഒരു ട്രെയിൻ യാത്ര ചെയ്യാനായിട്ട് കിടക്കുകയാണ്. ആ ട്രെയിനിൽ കിടക്കുമ്പോൾ ധാരാളം ആളുകൾ തിങ്ങിറങ്ങിയിരിക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു അച്ഛൻ മകൻ കയറി വന്നു. വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു അച്ഛൻ, വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള മകൻ. പക്ഷെ ആ മകൻ കയറി വന്ന ഉടനെ തന്നെ പറഞ്ഞു, അച്ഛാ ആ ഒരു ചേച്ചി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ചേച്ചി സാരി കൊടുത്തിരിക്കുന്നു. ആളുകൾക്കെല്ലാവർക്കും എല്ലാവരും തോന്നി. പുറത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ മഴ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ അച്ഛൻ മാത്രം യാതൊരു വികാരരഹിതനായിട്ട് അറിയാതെ എന്ന് പറയുന്നത്. അപ്പം എല്ലാ ആളുകൾക്കും ഈ ഇത്രയും പ്രായമുള്ള സുമുഖനായ വേറെ കുഴപ്പമൊന്നുമില്ലാത്തൊരു മനുഷ്യൻ ഇങ്ങനെ പറയുന്നതിനകത്ത് അസ്വസ്ഥത തോന്നി. അപ്പോൾ ഈ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാഴ്ച കാണുമ്പോഴാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും? ഇങ്ങനൊരു പ്രായമുള്ള 10-20 വയസ്സുള്ള തന്നെ ചെയ്യുവാനെന്ന് തോന്നും? വട്ടാൻ തോന്നും. ശരിയല്ലേ? വട്ടാണ്. കാരണം അത്രയും പ്രായമുള്ള ഒരാൾ കാണിച്ചാൽ വട്ടായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ ഇറങ്ങിപ്പോയിട്ട് അവസാനത്തെ ആൾ മാത്രം ചോദിച്ചു, എന്താ ഇയാളെ ഡോക്ടറെ കാണിക്കാത്തതിന്? ഇപ്പോൾ എന്തിനല്ലോ ഈ ഭ്രാന്തിൻ്റെ പ്രശ്നം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ അത് ഭ്രാന്തല്ല സാർ, അങ്ങനെ കാഴ്ചയില്ലായിരുന്നു. ഇന്നലെയാണ് കാഴ്ച കിട്ടുന്നത്. ഈ കാണുന്ന ഓരോ കാഴ്ചകളും അവനെ സംബന്ധിച്ച് പുതിയ കാഴ്ചകളാണ്. അത് ആ കാഴ്ചകളെ കാണുന്നതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ് അവൻ കാണിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനൊഴിച്ച് ബാക്കി ആ ട്രെയിനിങ് ഇറങ്ങിപ്പോയ മുഴുവൻ ആളുകളെ സംബന്ധിച്ച് അവർ കണ്ട ഫാക്ട് എന്ന് പറഞ്ഞാൽ അവർ കാണുകയോ കേൾക്കുകയോ
അനുഭവിക്കുകയോ ചെയ്തത് എന്ന് പറയുന്നത് ഒരു ഡിസോർഡർലി ബിഹേവിയർ ഓഫ് എ മാൻ. അത് നമ്മൾ കോറിലേറ്റ് ചെയ്യുന്നത് ഭ്രാന്തായിട്ട്. പക്ഷേ അവസാനത്തെ ആൾ മാത്രം സത്യം മനസ്സിലാക്കി ട്രൂത്ത്. അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ കാഴ്ച കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാണിച്ചത്. ഈ വ്യതിയാനം എല്ലാ ആളുകളുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല ഒരാൾ മാനിഫെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യും. പലപ്പോഴും സ്നേഹത്തിന് അല്ലെങ്കിൽ കരുണയോടുള്ള ഒരു വാക്കിന് കൊടുക്കാൻ കഴിയുന്ന ഒരു ശക്തി മറ്റൊന്നിനും കാണുന്നില്ല. നിങ്ങൾ രാമൻ രാഘവൻ എന്ന് പറഞ്ഞിട്ട് പഴയ റിപ്പറുടെ കഥ കേട്ടുകയാണ്. രാമൻ രാഘവൻ എന്ന് പറഞ്ഞ റിപ്പർ, മഹാരാഷ്ട്രയിലെ റിപ്പർ കൊലപാതകം, തുടർച്ചയായ കൊലപാതകം നടത്തിക്കൊണ്ടിരുന്ന ആളിനെ സംശയത്തിൻ്റെ പേരിൽ പോലീസ് കൊണ്ടുപോയിട്ട് അതിക്രൂരമായിട്ട് മർദ്ദിച്ചു, കെട്ടിത്തൂക്കിയിട്ടു. എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. അയാളുടെ അക്ഷരം വേണ്ടിയില്ല. അതെല്ലാം വേണ്ടി കഴിഞ്ഞിട്ട് ഇയാളുള്ള ക്രൂരത അതികഠിനമായപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ പറഞ്ഞു, എന്തിനാണ് സാറേ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, നിങ്ങൾ പറയില്ല. അപ്പോൾ പിന്നെ അവർ വശം കണ്ടപ്പോഴത്തേക്ക് അവനല്ല ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോൾ ഈ ഹെഡ് കോൺസ്റ്റബിൾ ചോദിച്ചു, ചായ കുടിക്കുന്നുവെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അയാൾ പറഞ്ഞു, ചായ പോരാ, എനിക്ക് കഴിക്കാനൊരു പ്രത്യേക സാധനം വേണം, തേന്മാലിഷ് ചെയ്യണം, ദേഹത്ത് എനിക്ക് എണ്ണ ഇട്ട് തരണം നിങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഉപദ്രവിച്ചതല്ലേ, ഹെഡ് കോൺസ്റ്റബിൾ ചെയ്തേക്കാമെന്ന് ചോദിച്ചു. ചായ വാങ്ങിച്ചു കൊടുത്ത് എണ്ണ ഇട്ടുകൊണ്ടിരുന്നപ്പം രാമൻ രാഘവൻ പറഞ്ഞു, ഇനി സാറ് ചോദിച്ചോ എന്തോ അറിയാനുള്ളതെന്ന് ചോദിച്ചോളാം. ചോദിച്ചു. അയാൾ ഓരോരോ മോഡലായിട്ട് മുഴുവൻ പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ പറയത്തില്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണ്, എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഞാൻ പറയും. സാറിനോട് എനിക്കൊരു ഇത് തോന്നും, അതുകൊണ്ട് ഞാൻ പറയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ശാരീരിക പീഡനം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്തുന്നില്ല. പലപ്പോഴും സ്നേഹത്തിന് കുത്തുകുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവരൊരു ജയിൽ ഉദ്യോഗസ്ഥനെ, അതായത് ഒരിക്കലും ജയിൽ ഉദ്യോഗസ്ഥരെ ശത്രുക്കളായിട്ടല്ല കാണുന്നത്, പലപ്പോഴും അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് പ്രസന്നസാണ് എന്നുള്ള ഒരു വസ്തുത. ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്, ഞാൻ സമയം കളയുന്നില്ല. എനിക്ക് പറയാനുള്ള ഏക കാര്യം എന്ന് പറയുന്നത്, ഈ വിവിധ കമ്മീഷൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ്, ഇന്നൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സൂപ്രണ്ടിന് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആഹാരത്തിൻ്റെ കാര്യം, ഇവിടെ നല്ല ഫുഡാണെന്ന് പറയുന്നു, ചിലർക്കല്ലാന്ന് പറയുന്നു, അത് ഡിഫൻസ് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളായിരിക്കും. അപ്പോൾ അത് സംബന്ധിച്ച് എങ്കിലും പൊതുവെ ഈ ജയിൽ ചപ്പാത്തി വെച്ച് അകത്തെ ചപ്പാത്തി കമ്പയർ ചെയ്യരുത് എന്നാണ് പൊതുവെ പറയപ്പെടുന്ന ഒരു സംഗതി. അതിപ്പോൾ ആഹാരത്തിൻ്റെ കാര്യം ഞാൻ ഇതായിട്ട് പറയുന്നില്ല. പക്ഷേ ഹ്യൂമൻ ഡിഗ്നിറ്റി, ഒരു ആർട്ടിക്കിൾ 21 അനുശാസിക്കുന്ന പേഴ്സണൽ ലിബർട്ടിയിൽ ഒരു മനുഷ്യൻ്റെ അന്തസ് എന്താണ്? ഒരു മനുഷ്യൻ്റെ അന്തസ്, ഒരു മനുഷ്യൻ്റെ അന്തസ് നമുക്ക് കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അതിനും വലിയൊരു പുണ്യം അല്ലെങ്കിൽ ഒരു ധർമ്മം വേറെന്താണ്? നമ്മുടെ ഒരു സഹജീവിയുടെ അന്തസ് നമുക്ക് കാത്തുരക്ഷിക്കാൻ കഴിയുന്നു എങ്കിൽ അതിൽ പരം ഡിവൈനായിട്ടുള്ളൊരു പ്രവൃത്തി ലോകത്തുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അന്തസ്സോടുകൂടി നിങ്ങൾ പറഞ്ഞാൽ എന്തും ചെയ്യാനും ഗതികേട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ കഴിവുകേട് കൊണ്ടായിരിക്കാം, എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന ആളുകളോട് അവരുടെ ജീവിതത്തിൻ്റെ അന്തസ്സ് നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു പോലീസ് ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ കർമ്മം അത് തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബാക്കി പത്രത്തിൽ നിങ്ങൾ എത്ര പേരെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ എത്ര ആളുകളോട് മനുഷ്യത്വരഹിതമായി പെരുമാറി എന്നുള്ളതല്ല, എത്ര മനുഷ്യരോട് നമുക്ക് അന്തസ്സോടെ പെരുമാറാൻ കഴിഞ്ഞു, എത്ര മനുഷ്യർക്ക് നമ്മൾ അന്തസ്സായിട്ടൊരു ചെറിയ വാക്ക് പറഞ്ഞതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടായി എന്നുള്ളതായിരുന്നു. നിങ്ങൾ ഞാനീ പറയുന്നത് വെറുതെ അല്ല, ഒരു വാക്ക്, ഒരു മനുഷ്യൻ്റെ ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ പറയുന്നത്, ഒരു മനുഷ്യനോട് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളോട് ഇരിക്കൂ എന്ന് പറയുന്നത് അയാളുടെ മനസ്സിൽ അയാളെ പറ്റി ഉണ്ടാക്കുന്ന ഒരു അന്തസ്സ്. ആ അന്തസ്സ് നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പേഴ്സണൽ ലിബർട്ടിയിൽ അന്തർലീനമായിരിക്കുന്ന ഒരു ഘടകമാണ്. അത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. പക്ഷെ ഈ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളിൽ ഒരാൾക്കെങ്കിലും കുറച്ചുകൂടി കൈൻഡ് ആവാം, അല്ലെങ്കിൽ കൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥമൊന്നും വിചാരിക്കണ്ട, അവന്റെ അന്തസ്സിന് അയാളോട് അപമര്യാദയെ പെരുമാറുന്നതോ അല്ല അന്തസ്സിനെ ഒരു വ്യാഖ്യാനം എനിക്ക് പറയാനില്ല. നിങ്ങൾ സ്വയം അന്തസ്സ് എന്ന് പറയുന്ന വാക്കിനെ ഒന്ന് വ്യാഖ്യാനിച്ചു നോക്കുക. നിങ്ങളോടൊരു മനുഷ്യൻ ഇപ്പോൾ ഒരു നിങ്ങളൊരു പർട്ടിക്കുലർ ഒരു സ്ഥലത്ത് ഇല്ലാണ്, നിങ്ങൾ എന്നെ കാണാൻ വന്നു വെച്ചാൽ ഞാനൊരു അധികാരിയാണ്, എന്നെ കാണാൻ വന്നു, ഞാൻ നിങ്ങളോട് ഇരിക്കാൻ പറയുന്നു, നിങ്ങളെ 2.5 മണിക്കൂർ നിങ്ങളെ നിർത്തി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ അല്ല, നിങ്ങളുടെ അന്തസ്സിനെ അത് ഇതായിട്ട് തോന്നും. പിന്നെ വേറെ കാര്യം അനുസരിച്ചുണ്ട്, ഈ അന്തസ്സ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക് പോലും ഉണ്ട്. കാരണം നിങ്ങൾ തെളിച്ചിട്ടുണ്ട്, ചില വളർത്തുനായ്ക്കൾ ആഹാരം കൊടുക്കുമ്പോൾ എന്തിനാ പറയുന്നത്, പട്ടിയെ നമ്മൾ കാലുകൊണ്ട് തട്ടി ആ പാത്രമൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ ജീവിതകാലത്ത് ഒരിക്കലും ആ പട്ടി അയാളോട് ആഹാരം കഴിക്കത്തില്ല. അങ്ങനെയുള്ള നായ്ക്കളുണ്ട്. കാരണം കുരയ്ക്കരുത്, പിന്നെ ചുമ്മാ കുരയ്ക്കുവാണെന്ന് വെച്ചിട്ട് കാല് കൊണ്ട് പിന്നെ ഫുഡിൻ്റെ ആ പ്ലേറ്റ് തട്ടിയിട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അയാൾ കൊടുക്കുന്ന ആഹാരം കഴിക്കാത്ത നായ്ക്കളുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ നായയുടെ ഒരു അന്തസ്സാണ്. അതുപോലെ നമ്മളെ ഓരോ മനുഷ്യനും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റോപ്പ് എടുത്ത് നോക്കുക. ഏതെങ്കിലും ഇപ്പോൾ മേലുദ്യോഗസ്ഥനെടുത്ത് പോയി അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി അവിടെ ചെല്ലുമ്പോൾ ആ മേലുദ്യോഗസ്ഥൻ എന്നുള്ള അധികാരങ്ങളുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു അധികാരങ്ങളുണ്ട്. നിങ്ങളോട് കാണിക്കുന്ന ഒരു അന്തസ്സില്ലായ്മ, അതല്ലെങ്കിൽ ഞാൻ ഇത്ര ചെറുതായി പോയല്ലോ എന്ന് തോന്നേണ്ട വരുന്നൊരവസ്ഥ, ആ അവസ്ഥ നിങ്ങൾക്ക് വേറെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും മികച്ച ഒരു. ഇപ്പം നിങ്ങളുടെ ചുമതലകൾ എന്തൊക്കെ എന്നുള്ളത് പറയുക എന്നുള്ളത് ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. കാരണം ചുമതലകൾ നിങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നു. പലപ്പോഴും അവിടെ തടവ് പുള്ളികൾ വളരെ അൺറൂളി ബിഹേവിയർ ഉണ്ടാവാം. അവരെ കർശനമായി നേരിടുക, യാതൊരു ഇതും വേണ്ട. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ സഹജീവിയാണ് എന്നുള്ള ഒരു ചിന്ത കൂടി. ഭരണഘടന അനുശാസിക്കുന്ന ഒരു പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും അത് ലഭ്യമാകുമ്പോഴാണ് നമ്മൾ ഒരു ഉയർന്ന ചിന്തയുള്ള സമൂഹമാണ്. തടവ് പുള്ളികൾക്ക് എന്തിന് ഇപ്പൊ പലപ്പോഴും നമ്മുടെ സമൂഹത്തിന്റെ ഒരു തെറ്റായ ധാരണ അല്ലെങ്കിൽ ഒരു ഇതെന്ന് വെച്ചാൽ എന്തിനാണ് ഈ തടവ് പുള്ളികളെ ഇത്രയും സൗകര്യം എന്നുള്ളത്. പക്ഷെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ ഒന്ന് ജയിലിൽ കിടന്നു നോക്കട്ടെ, അന്ന് ഉടൻ പരാതി. അപ്പോ സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയാണ്. നമുക്ക് അനുതാപമല്ല വേണ്ടത്, നമ്മളെ അവരുടെ സ്ഥാനത്ത് നമ്മളെല്ലാം വെച്ചു. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, അവസാനത്തെ കാര്യം, ഈ തടവ് ഞാനിപ്പോൾ എൻ്റെ വീട് ജയിലിൻ്റെ പുറകിലാണ്. ഞാൻ കോളേജിൽ പോകുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ച, അല്ലെ എനിക്ക് വേദന തോന്നുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് തടവ് പുള്ളികളെ കാണാൻ വേണ്ടി നിൽക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ, വൃദ്ധരായ മാതാപിതാക്കൾ, അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് എവിടെ ഒരു വ്യസനം തോന്നും. കാര്യം അവരുടെ തെറ്റുകൊണ്ടല്ലല്ലോ, മക്കൾ ചെയ്യുന്ന തെറ്റിനാണെങ്കിലും വെള്ളാരിയപ്പൻ്റെ കഥ പറഞ്ഞതുപോലെ അവർക്ക് ഒരു ഇതുണ്ട്. അവരിങ്ങനെ അവരുടെ അന്തസ്സിനെ കൂടെ നിങ്ങൾ പരിഗണിക്കണം എന്ന് വെച്ച് ജയിൽ റൂൾസിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നോ വിസിറ്റേഷൻ ടൈമിന് അപ്പുറത്തോട്ട് ചെയ്ത് കൊടുക്കണമെന്നോ അല്ല. അവരോട് കുറച്ച് അനുതാപത്തോടെ 5 മണിക്ക് വരും അല്ലെങ്കിൽ ഇത് എഴുതി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അന്തസ്സ് അത് എൻഷുർ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള. പലപ്പോഴും അതിനകത്തൊരു പ്രശ്നമാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വക്കീലിനെ സംബന്ധിച്ച് വക്കീലിന് കേസ് പ്രശ്നമല്ല, ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർക്ക് രോഗം ഒരു പ്രശ്നമല്ല. ഡോക്ടർക്ക് കേസ് വരുമ്പോഴും വക്കീലിന് രോഗം വരുമ്പോഴും തിരിച്ചാണ് എന്ന് പറയുന്ന പോലെയാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് ആളുകളെ കണ്ട് മനസ്സിലെ ആർദ്രത അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമുള്ള സാധനം അല്ലെങ്കിൽ ശല്യപ്പെടുത്തൽ, ഈ ശല്യപ്പെടുത്തലിനെല്ലാം പിന്നിൽ ഒരു ഫൈറ്റ്, ഒരു ബാറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് പറയാനുള്ള ഏക കാര്യം, തടവുകാരുടെ അവകാശങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ആ അവകാശം എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് നല്ല ആഹാരം കൊടുക്കുകയോ ഫുഡ് കൊടുക്കുകയോ ഇത് കൊടുക്കുകയോ ഒന്നുമല്ല. അവന് അന്തസ്സായ
ഒരു ജയിൽ ജീവിതത്തിനുള്ള അവകാശം. നിങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് നമ്മുടെ സഹജീവികളായ തടവുപുള്ളികൾക്ക് അന്തസ്സായ ഒരു പെരുമാറ്റം, ഡിഗ്നിറ്റി ഇൻ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന വീക്ഷിക്കുന്ന ആ ഒരു അവകാശം അത് എൻഷുർ ചെയ്താൽ നമ്മൾ വളരെ വലിയൊരു കാര്യമായിരിക്കും. കാരണം നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയ ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു നല്ല വാക്ക്, ഒരു നല്ല പ്രവൃത്തി, ഒരു അന്തസ്സായ സമീപനം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു വ്യത്യാസം, അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ഇത് വളരെ വളരെ വലുത്. ഈ ഒരു അവസരത്തിൽ ഇത്രയും ഞാനിപ്പോൾ 30 മിനിറ്റ് എന്ന് പറഞ്ഞതിന് കടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത് കടുത്ത മനുഷ്യാവകാശ ലംഘനവും നിങ്ങളോടുള്ള ഒരു കുറ്റകൃത്യവുമായി മാറും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ജയകുമാർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങളെ പീഡിപ്പിക്കരുത്. ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും നമ്മൾ പറയുന്നത് കൊണ്ട് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഒരു നടപടിക്രമം കൊണ്ട് ഒരു മനസ്സിലൊരു വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചെറിയ പ്രിൻസിപ്പിളായി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അനുതാപത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളോട് തടവുപുള്ളികളൊന്നല്ല ആരോടും അന്തസ്സുള്ള സമീപനം, അയാളോട് റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലെത്തി എന്ന പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾ ഓരോ ആളുകളും ചെയ്യുന്ന പ്രവർത്തികളെ വളരെ വലിയ ശ്ലാഘനീയതയോടുകൂടി ഞാൻ ആഗ്രഹിക്കുന്നു. കറക്ഷണൽ ഓഫീസേഴ്സ് എന്ന അദ്ദേഹം പറയാൻ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം ജയിൽ എന്നുള്ള വാക്ക് ഒരിക്കലും ഒരു ഘട്ടത്തിൽ പോലും വിനോദ് ചന്ദ്ര സാർ ഉപയോഗിച്ചില്ല. അദ്ദേഹം കറക്ഷണൽ ഓഫീസർ എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വളരെ സൗദ്ദേശത്തോടുകൂടി പറഞ്ഞതാണ്. കേട്ടറിവ് വെച്ചിട്ട് പറഞ്ഞ പല കാര്യങ്ങളും ജലാസന്ധം ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞത് ചിലപ്പോൾ ചപ്പാത്തി എങ്ങനെ ആയിരിക്കണമെന്നില്ല. ഞാൻ പറഞ്ഞു കേട്ടുള്ള അറിവാണ്. എന്നോട് ക്ഷമിക്കുക. ഈ ഒരു അന്തസ് എന്ന് പറയുന്ന പേഴ്സണൽ ലിബർട്ടി, ഡിഗ്നിറ്റി ഇൻ ലൈഫ്, ഈ രണ്ട് കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ ഈ ചർച്ച കൊണ്ട് നിങ്ങൾ മനസ്സിൽ രൂഢമൂലമാക്കി സ്വീകരിക്കും എന്ന പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുകയാണ്.